പ്രതിഷേധങ്ങൾക്കൊടുവിലും പരിഹാരമില്ലാതെ മുതലപ്പുഴയിലെ മണൽ നീക്കം ആഴ്ചകൾക്ക് മുൻപ് തീരത്തെത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ ഉപയോഗശൂന്യമായതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഹാർബർ വകുപ്പ് മുന്നോട്ട് വച്ച മാർഗങ്ങൾ ചർച്ച ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കൊടുവിലും മുതലപ്പുഴയിൽ സമവായമുണ്ടായില്ല. മണൽ നീക്കം ആവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ച സമരക്കാരുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചർച്ച നടത്തി. ചാനലിൽ കിടക്കുന്ന ട്രൈപോഡുകൾ ചൊവ്വാഴ്ച മെഷീനറി എത്തിച്ച് ബുധനാഴ്ച മുതൽ മാറ്റി തുടങ്ങുക. എക്സവേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് മണ്ണ് മാറ്റുക. ചന്ദ്രഗിരി ഡ്രഡ്ജർ വരും ദിവസങ്ങളിൽ 10 മണിക്കൂർ പ്രവർത്തിപ്പിക്കുക. അടുത്ത ആഴ്ച മുതൽ ഡ്രഡ്ജറുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുക. വടക്ക് മണൽ നിക്ഷേപിക്കുന്ന ഭാഗത്ത് ബണ്ട് നിർമ്മിക്കുക എന്നീ തീരുമാനങ്ങളാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇവയൊന്നും അംഗീകരിക്കാൻ തത്വത്തിൽ സമരസമിതി തയ്യാറായിട്ടില്ല. നാളെ മുതൽ വലിയ ട്രെജറും 7 JCBയുടെ വർക്കുകൾ നാളെ മുതൽ തുടങ്ങും. ഈ ബണ്ടിന്റെ പരിപാടി നാളെ തുടങ്ങും. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ളത് എഴുതി വാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെറ്റർ അത് എഴുതി കൃത്യമായിട്ട് നമ്മൾ അത് എഴുതി മേടിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിലുള്ള വീഴ്ച ഇതൊന്നും വെച്ചാൽ ചെറിയ ട്രെജറിൻ്റെ ആണ്. നമുക്കറിയാം ചെറിയ ട്രെജറാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തത്. അത് ചൊവ്വാഴ്ച മുതൽ ഉറപ്പായിട്ട് ചെയ്യാമെന്ന് തന്നിട്ടുണ്ട്. നാളെ തന്നെ കൊട്ടേഷൻ വിളിക്കുകയും തിങ്കളാഴ്ച തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്ത് ചൊവ്വാഴ്ച മുതൽ അതിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് മുതലപ്പുഴയിലെ മണൽ നീക്കം ആവശ്യപ്പെട്ട് അഞ്ചുതെങ്ങ് മുതലപ്പുഴ തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചത്. ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഹാർബർ ഓഫീസിന്റെ ജനൽ ചില്ല് തകർക്കപ്പെട്ടു. സംഭവത്തിൽ ചാനങ്കര സ്വദേശി മുജീബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. രാത്രി ഏറെ വൈകിയും മുജീബിന്റെ മോചനം ആവശ്യപ്പെട്ട് ജനങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള സംഘത്തെ പുറത്തെത്തിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.